സഹോദരങ്ങൾക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പറയാനായിട്ട് വന്നതെന്ന് വെച്ചാൽ, ഒരു 14 വയസ്സുള്ളൊരു കുഞ്ഞെന്ന് പറയുമ്പോൾ എന്താ അല്ലേ? അങ്ങനെ ഒരു 14 വയസ്സായ ഒരു കുഞ്ഞ് അമ്മയായി എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ ഓക്കെ, കറക്റ്റായിരുന്നു. കാരണം പണ്ട് കാലത്തൊക്കെ മക്കളുമാരെയൊക്കെ കൊച്ചിലേ തന്നെയാണ് അച്ഛനമ്മമാർ പിടിച്ച് വിവാഹം കഴിച്ചയക്കുന്നത്. എൻ്റെ അച്ഛമ്മയുടെ കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛമ്മയുടെ വിവാഹം 12ാമത്തെ വയസ്സിലായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കിയാൽ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അല്ലേ? 14 വയസ്സിലൊക്കെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടുന്നു എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇതൊരു 14 വയസ്സുള്ള ഒരു കുഞ്ഞ്, അതും ഒരു നമ്മുടെ ആദിവാസി കോളനിയിലുള്ള ഒരു കുട്ടി എന്നാണ് അറിയാൻ സാധിച്ചത്. ആ കുട്ടി അമ്മയായി എന്നൊരു ന്യൂസാണ് കേട്ടിട്ടുള്ളത്. അതിൽ ആധികാരികമായിട്ട് അത് എത്രത്തോളം സത്യമാണെന്നൊന്നും പറയാനൊന്നും എനിക്ക് കഴിയില്ല. പക്ഷേ ഞാൻ അതിനെപ്പറ്റി നമ്മുടെ ആദിവാസി കോളനികളിൽ പോവുകയും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ദീപ്തി ടീച്ചറെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിയുമല്ലോ. അപ്പോൾ അവരുടെ ചാനലിൽ അവർ പറഞ്ഞതാണ് ഞാൻ കേട്ടത്. അവരിതുപോലെ അവർക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു കൊടുക്കാനും അപ്പോഴ് അവർക്ക് ന്യൂസ് കൊടുക്കാനൊക്കെ അവർക്ക് ആളുണ്ടെന്നും, അവരതുപോലെ അറിഞ്ഞൊരു സംഭവമാണ്. അവിടെ ഒരു കുട്ടി, ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി, അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടി അമ്മയായി എന്നുള്ളൊരു ന്യൂസ് അവരറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരവരുടെ ചാനലിൽ കൂടി തന്നെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അത് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ ചെന്നിട്ട് അതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കൂടുതൽ ശ്രമിച്ചപ്പോൾ അവർ ചോദിക്കാതെ തന്നെ ആ കുട്ടിയുടെ അമ്മ അവരോട്, എൻ്റെ മകൾക്ക് 18 വയസ്സുണ്ട്, വിവാഹപ്രായമൊക്കെ ആയി എന്ന് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദീപ്തി ടീച്ചർ പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നുവെന്നും ആ കുട്ടിയെ പലതവണ ഇവർ ഉപദേശിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ കുറച്ച് ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകൾ വന്നു പോവുകയും അവരുടെ വീട്ടിലല്ല, ആ ഭാഗത്ത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയെപ്പറ്റി ഇങ്ങനെ കേട്ടപ്പോൾ ഇവർ അതിന് കുറേ കൂടി വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഇവരിത് നന്നായിട്ട് അന്വേഷിച്ചപ്പോൾ അവർ വീണ്ടും അറിയാൻ സാധിച്ചത് ഇത് സത്യമാണ് എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഈ ദീപ്തി ടീച്ചർ അവിടെ എത്തി എന്നാണ് പറയുന്നത്. അവിടെ എത്തി കുട്ടിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ബന്ധുക്കളും അമ്മയും ഒക്കെ അത് കാണിക്കാൻ കൂട്ടാക്കിയില്ല കുട്ടിയെ. പക്ഷേ ആ കുട്ടിയും ഈ പറയുന്ന ദീപ്തി ടീച്ചറും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടിയും ദീപ്തി ടീച്ചർ കുട്ടിയെ കാണാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും കുട്ടി മുന്നിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിച്ചില്ല. കുട്ടി എത്ര നിർബന്ധിച്ചിട്ടും ഇവരുടെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് താല്പര്യം കാണിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവിടെ ചെന്ന നമ്മുടെ ദീപ്തി ടീച്ചർ പ്രഗ്നൻസി കിറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് മൂത്രം ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ മകൾക്ക് അങ്ങനെ ഒന്നുമില്ല, എൻ്റെ മകൾക്ക് മൂത്രത്തിൽ പഴുപ്പിൻ്റെ അസുഖമാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ദീപ്തി ടീച്ചർ ഒടുവിൽ നമ്മുടെ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ ഈ ഒരു കിറ്റ് കൊടുത്തിട്ട് ഇത് എങ്ങനെയാണ് മൂത്രം അതിനകത്ത് വച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, പ്രഗ്നൻസി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മുടെ ദീപ്തി ടീച്ചർ അത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്കും ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് ഒരു കാര്യത്തിൽ ഇടപെടുന്നതിനൊക്കെ പരിധികളുണ്ടല്ലോ. ഒരു പൊതുജന പ്രവർത്തകയാണെങ്കിലും ഇനി ആരാണെന്ന് പറഞ്ഞാലും അവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെന്നിട്ട് അവർക്ക് നിർബന്ധിച്ച് ചോദിക്കാനോ ഒന്നിനും പറ്റില്ല. പിന്നെ കുട്ടിയുടെ അടുത്ത് ചെല്ലാനായിട്ട് നിർബന്ധിച്ച് അവർക്കുള്ളിലേക്ക് കടക്കാനും പറ്റില്ല. കാരണം അവിടെ തൊടൽ പൊട്ടിച്ച് അവർ പറയുന്നത് ഇപ്രകാരമാണ്, തൊടൽ പൊട്ടിച്ച് വന്ന് കടിക്കുന്ന ഭാഗത്തിനൊരു പട്ടി ഉള്ളത് കൊണ്ട് അവർക്കകത്തേക്ക് കയറാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടീച്ചർ ഇത് പൊതുജനത്തിന് ടീച്ചർ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർ പറയുന്നത്, ഒരു പക്ഷേ ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചതെങ്കിൽ അത് വലിയൊരു വീഴ്ച തന്നെയാണ്. അത് പോസ്കോ കേസ് ആക്കേണ്ട
ആക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് നീതി ലഭിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ടീച്ചർ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. ടീച്ചറിൻ്റെ ചാനൽ വഴി ടീച്ചർ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പരമാവധി ആളുകൾ പ്രതികരിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പോലീസ്, കോടതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ആവണം അവർ അതിനോട്ടൊന്നും മുന്നോട്ട് വരാതിരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെ ആവണം. അതുപോലെ തന്നെ നമ്മുടെ ദീപ്തി ടീച്ചർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് ഈ ആദിവാസികൾക്കിടയിൽ ഇതുപോലെ ചെറിയ പ്രായത്തിൽ അമ്മയാകുന്നതൊന്നും വലിയ പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ അവർക്കിടയിൽ അങ്ങനെ സംഭവിക്കാറുണ്ടെന്നും അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളവർക്കും ബന്ധുക്കൾക്കൊക്കെ കാര്യം അറിയാമെങ്കിലും ഈ ഇങ്ങനെ സംഭവിക്കുന്ന കുട്ടികളെയും കൊണ്ട് അവരുടെ അമ്മമാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നീട് ഉൾക്കാട്ടിലേക്ക് അങ്ങ് പോകുന്നെന്നാണ് പറയുന്നത്. ഉൾക്കാട്ടിലേക്ക് അങ്ങ് പോയിട്ട് കുറേ കാലം കഴിയുമ്പോൾ കുട്ടിയുടെ പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞുമായിട്ട് നാട്ടിലേക്ക് വരും. അവർ താമസ സ്ഥലത്തേക്ക് തിരിച്ചു വരും. ആ വരുന്ന സമയത്ത് കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയെപ്പറ്റി തിരക്കുമ്പോൾ ആ അമ്മ പ്രസവിച്ച കുഞ്ഞാണെന്ന് പറയുന്നത്. എന്നിട്ട് അനിയത്തിയും ചേട്ടത്തിയും എന്നുള്ള രീതിയിൽ, അതായത് കുഞ്ഞിൻ്റെ ശരിക്കുമുള്ള അമ്മ കുഞ്ഞിൻ്റെ ചേച്ചിയാണ് എന്നുള്ള രീതിയിലും അമ്മുമ്മ കുഞ്ഞിൻ്റെ അമ്മയാണെന്നുള്ള രീതിയിലും അവിടെ അവരൊരുമിച്ച് അങ്ങനെ അങ്ങ് ജീവിച്ച് പോകും എന്നാണ് നമ്മുടെ ദീപ്തി ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് ശരിക്കും ഇതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ കൈവശമുണ്ട്. ദീപ്തി ടീച്ചർ ഇട്ടിരിക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനത് ഇതിനകത്ത് ഇടുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം പലരും നമ്മളിങ്ങനെ വീഡിയോ എടുത്തിടുമ്പോഴത്തേക്ക് പലരും പറയുന്നത്, നീ അവരുടെ വീഡിയോ എടുത്തിട്ടിട്ട് നീ ആളായി, അല്ലെങ്കിൽ അവരുടെ വീഡിയോ എടുത്തിട്ടിട്ട് അവരുടെ കണ്ടൻറ്റ് മോഷ്ടിച്ചു എന്നൊക്കെ. സാധാരണ ഇത് മനസ്സിലാക്കാതെയാണ് ആളുകൾ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ വീഡിയോ എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? അത് പറയൂ. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ വീഡിയോ എടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി ചെയ്യുന്ന വീഡിയോകളിൽ പരമാവധി ആരുടെയും വീഡിയോ എടുക്കാതെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ആർക്കെങ്കിലും വീഡിയോ ക്ലിപ്പ് കണ്ട് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എത്രത്തോളം പേർക്കാണ് അത് താല്പര്യം ഉണ്ടെന്നറിയാലോ. അതായത് നമ്മൾ കുഞ്ഞൊരു പാർട്ട് ഇടുമല്ലോ, വീഡിയോയുടെ ഭാഗം നമ്മളിടുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിനെ പറ്റി. അങ്ങനെ വീഡിയോ ഉൾപ്പെടുത്തിയാണ് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളത് എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതല്ലാതെ ഇങ്ങനെ ഇട്ടാൽ മതി എന്നുള്ളവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ സാധാരണ എൻ്റെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ എന്നൊന്നും ഞാൻ പറയുന്ന ഒരാളല്ല. ഞാൻ പറയാറില്ല. എനിക്ക് വേറെ ചാനലൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോ ചാനലിൽ ഞാൻ പറയാറേ ഇല്ല. കാരണം എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നേരമൊക്കെ സന്ധ്യയായി, ഇരുട്ടി. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൊക്കെ ഒരു പൊരുപ്പൊക്കെ വന്നത്. കണ്ടില്ലേ? നല്ല ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റം തന്നെയാണ്. അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബായ്.